എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛാ മരുന്ന് സമയത്തിന് കഴിക്കണമെന്ന്. എന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ അച്ഛന് യാതൊരു ശ്രദ്ധയില്ല. അച്ഛൻ സമയത്തിന് മരുന്നും കഴിക്കില്ല, ആഹാരവും കഴിക്കില്ല. ഇതത്ര നല്ല കാര്യമാണോ? അച്ഛൻ അറിയാവുന്നതല്ലേ, ഒരു വട്ടം സ്ട്രോക്ക് വന്നു കഴിഞ്ഞതാ. റിസ്ക് എടുക്കുന്നത് നല്ല കാര്യമല്ല. ആ മോളെ, എനിക്കൊന്നും സംഭവിക്കില്ല. അച്ഛനൊന്നും ഒരു കാര്യം ചെയ്യേ. അച്ഛൻ എന്തുകൊണ്ട് അമ്മയുടെ വീട്ടിൽ പോയി നിന്നൂടാ? അച്ഛനോട് സന്തോഷായിരുന്നൂടെ? അല്ല മോളെ, അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കേ. അച്ഛനോട് അത്രയും നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാ കല്യാണം കഴിച്ചേ? അച്ഛനെ കുറിച്ച് ഓർത്ത് ഭയങ്കര സങ്കടമാണല്ലോ നിനക്ക്. അമ്മായിയമ്മ തിരിഞ്ഞു പോലും നോക്കില്ല. ഇവിടെ ചോദിക്കാതെ ഒരു ഗ്ലാസ് ചായ പോലും തരത്തില്ല. ശേ, എന്റെ വീട്ടിൽ ഞാനൊരു വിരുന്നുകാരിയെ പോലെ ഇരിക്കേണ്ട ഗതികേടായിപ്പോയല്ലോ എനിക്ക്. അറിഞ്ഞുകൊണ്ട് ആരും ഒരു ജോലി പോലും ചെയ്യുന്നില്ല. എന്റെ ഗതികേട്. ആ വന്നോ മോനെ? ജയ്, എന്തു പറ്റി മോനെ? ഒരുപാട് ടെൻഷനാണല്ലോ. എന്റെ ജോലി പോയി. ജോലി നഷ്ടപ്പെട്ടോ? എന്ന് വെച്ചാ എന്നെ ജോലി ഒന്ന് പിരിച്ചു വിട്ടു എന്നാ പറഞ്ഞത്. എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് അറിയാത്തത്. ഒരുപാട് കഷ്ടപ്പെട്ടായി ജോലി എനിക്ക് കിട്ടിയത്. അതും അങ്ങ് പോയി. ആര് കണ്ണു വെച്ചെന്നാ എനിക്ക് അറിയാത്തത്. ആര് കണ്ണുവെച്ചെന്നാ പറയുന്നേ? ദേ, ഇവിടെ ഒന്നൊന്ന് ചേർന്നിട്ടുണ്ടല്ലോ. എന്ന് നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയോ അന്ന് മുതൽ ഇവിടെ നാശകാലം തുടങ്ങി. ഐശ്വര്യമില്ലാത്തവള്, നമ്മുടെ ജീവിതമേ നശിച്ചുപോയി. ഈ ലക്ഷണമില്ലാത്തവളെ പോയി കല്യാണം കഴിച്ചു നോക്ക്. അവൾ എന്തിനാ വഴക്ക് പറയുന്നേ? അവളിപ്പോ എന്ത് തെറ്റി ചെയ്തിട്ടാ? വേറെ ആര് പറയാനാ? കണ്ടില്ലേ, നിനക്ക് എന്ന് കല്യാണം ആയോ അതിൽ നിന്ന് എന്റെ അമ്മ ക്ഷീണിച്ചു പോയി. കൊച്ചിന്റെ ഭംഗിയെല്ലാം പോയി. ഇവളെ നോക്ക്, ഇത് നോക്കടാ, ഇത് നോക്ക്. ദിവസം പോകും തോറും വെളുത്ത് തുടുത്തു വരുവാ. ഇതെല്ലാം നീ എപ്പോഴും ശ്രദ്ധിക്കാൻ പോകുന്നേ? അമ്മേ, ഒന്നും മിണ്ടായിരിക്കേ. നീ പോയിട്ട് എനിക്കൊരു ചായ കൊണ്ടുവാ. ഇത് നോക്കുമോനെ, നീ എന്താ ഒന്നും ചെയ്യാത്തേ? നിന്റെ ഫ്രണ്ട് സുനിലിനോട് സംസാരിച്ചേ. അവൻ വലിയ കമ്പനിയിലല്ലേ ജോലി നോക്കുന്നേ. അവൻ വിചാരിച്ചാൽ നിനക്ക് നല്ലൊരു ജോലി വാങ്ങി തരാൻ പറ്റും. ഞാൻ അവനോട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. നാളെ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞേ. ജയ്, നോക്ക്, ഇങ്ങനെ നിരാശപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നീ എന്തിനെങ്ങനെ പ്രതീക്ഷ കൈവിടുന്നേ? ഒരു ജോലി പോയെങ്കിൽ എന്താ, വേറൊന്നും കിട്ടില്ലേ? താൻ എന്തൊരു മിടുക്കനാന്നറിയോ? തനിക്ക് എത്ര ടാലന്റ് ഉണ്ട്. തന്നെ ഒന്നിനും തടുക്കാനാവുകയില്ല. മനസ്സിലാവുന്നുണ്ടോ തനിക്ക്? എന്നാ പിന്നെ ഇനി ഒന്ന് ചിരിച്ചു കാണിച്ചേ. ചിരിക്കുന്നേ, ചിരിക്കുന്നേ ഒന്ന്. എന്താടാ അത്?
ഒരു നോട്ടീസും ഇല്ലാതെ ഒരു കാരണവും ഇല്ലാതെ ഇങ്ങനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ എന്തർത്ഥോടെ അത്? നീ മാനേജറുമായി സംസാരിച്ചു. അയാളോട് ഞാൻ എന്ത് സംസാരിക്കാനാ? അയാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നോക്ക് മോനെ, എനിക്ക് തോന്നുന്നു എന്റെ വീടിന് ആരോ കണ്ണു വെച്ചു എന്നാ തോന്നുന്നേ. എപ്പോ എന്റെ മോന് കല്യാണമായോ അന്ന് മുതൽ ഓരോ പ്രശ്നങ്ങളാ. ബാങ്കിലിരുന്ന് പൈസ എല്ലാം ഇവന്റെ കല്യാണത്തിന് ചെലവാക്കി. ഒരേ ഒരു ജോലിയായിരുന്നേ, അതും പോയി. ഇനിയിപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ശരി, അതൊക്കെ വിട്ടേക്ക്. എന്താണെന്നറിയില്ല, ഇതുപോലൊക്കെ എനിക്ക് മാത്രം സംഭവിക്കുന്നേ. അതിന്റെ കൂടെ ഈ അമ്മയും എപ്പോഴും ഋതുവിനെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എനിക്കിപ്പോഴൊക്കെ ഏതാ നല്ലത് ഏതാ തെറ്റെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല. ഇവിടെ നോക്ക്, ആദ്യം നിന്റെ മനസ്സിനെ തളരാൻ വിടല്ലേ. ജോലിയല്ലേ പോയുള്ളൂ, ജീവിതമൊന്നുമല്ലല്ലോ. എടത്തി ഒരു മിനിറ്റ്, നിങ്ങളെന്താ ഒറ്റയ്ക്ക്? ചേട്ടനൊപ്പം വന്നില്ലേ? പിന്നെ ഈ ഒറ്റയ്ക്ക് പോയി ഷോപ്പിംഗ് ചെയ്യുന്നത് നല്ല രസമല്ലേ? അതൊന്നുമില്ല, എനിക്ക് പച്ചക്കറി വാങ്ങണമായിരുന്നു. അപ്പൊ ശരി, ഞാൻ എന്നാ പോകട്ടെ. എനിക്ക് വീട്ടിൽ വൈകാതെ അങ്ങ് എത്തണമായിരുന്നു. അയ്യോ എടത്തി, ഒരു മിനിറ്റ്. ഇതെല്ലാം എടുത്തിട്ട് നിങ്ങളെങ്ങനെ ഒറ്റയ്ക്ക് പോകാനാ? തരൂ, ഞാൻ എടുത്തിട്ട് വരാം. ഞാൻ പൊക്കോളാം, സഹായം വേണ്ട. ഹായ് ജാൻ, നിന്റെ ശരീരത്തിൻ്റെ ഭംഗി വളരെ നന്നായിട്ടുണ്ട്. നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ഒരു പ്രാവശ്യം നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ. ആ, ദാ വരുന്നമ്മേ. നിങ്ങളെ കണ്ട നിമിഷം മുതൽ എന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല. ജയ്, പിന്നീട് സംസാരിക്കാൻ, കിടന്ന് ഉറങ്ങാ. ഇത് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചായ എടുക്ക്. എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. ശരി, പറയ്. അത് കണ്ടോ, ആരും എനിക്ക് എന്തൊക്കെയോ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ജയ്, ഒന്ന് സംസാരിക്കുമോനെ. നിന്റെ അങ്കിൾ ആ ലൈനിലുള്ള, ഒന്ന് സംസാരിക്കുമോനെ. ഹലോ. ആ അങ്കിൾ, പറയേ. ഇവിടെ നിന്ന് നീ എന്ത് ചെയ്യുവാ? പോയി ചോറും കറിയും വെക്ക്. വിട്ടാ പട്ടിണിക്കിട്ട് കൊല്ലും പോലെ തോന്നുന്നു. വന്ന് നിൽക്കുക ശൃംഗരിച്ചിട്ട്. ഒരു ജോലിയും ചെയ്യത്തില്ല, ചുമ്മാ അതും ഇത് സംസാരിച്ചോണ്ട്. പോയി ജോലി നോക്ക്. ഹലോ. വീഡിയോ എങ്ങനെയുണ്ട്? നിങ്ങൾ ആരെ
സംസാരിക്കുന്നത്? ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? തെറ്റായ ചോദ്യമല്ലേ. നിങ്ങളത് എങ്ങനെ ചോദിക്കണമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് നിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കണം. ആൻസർ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു വട്ടം നിങ്ങളെ കാണണമെന്ന് ഒരാഗ്രഹം. അഡ്രസ് അയച്ചുതരാം, പെട്ടെന്ന് വരണേ. ആരടുത്തെങ്കിലും വല്ലതും പറഞ്ഞാൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വല്ലതും ചെയ്താൽ ഞാൻ പറയുന്നത് കേക്ക്. ഫോട്ടോസും വീഡിയോസൊക്കെ ഇന്റർനെറ്റിൽ വൈറലാവും. അതിനുശേഷം എന്താവുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതല്ല ഞാൻ പറയുന്നൊന്ന്. ഇനി ഞാൻ എന്താ ചെയ്യാ? ഇതെന്താ എനിക്ക് സംഭവിച്ചോണ്ടിരിക്കുന്നേ? എനിക്ക് എന്റെ മാനം രക്ഷിച്ചേ പറ്റൂ. എന്റെ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കണം എനിക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് പോകാതെ പറ്റില്ല. എനിക്ക് നല്ല ഉറപ്പായിരുന്നു നിങ്ങളിവിടെ വരുമെന്ന്. എനിക്കറിയായിരുന്നു ഇത് നീ തന്നെ ആയിരിക്കും. നിങ്ങൾ ഇത്രയും ഭംഗിയായിരിക്കുമ്പോൾ ആർക്കാ നിങ്ങളെ കണ്ട് ഇഷ്ടമാവാത്ത? നിങ്ങളെ ഇതുപോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കുറെ നാൾ കാത്തിരുന്നതാ. ഇന്ന് ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും തീർക്കും. മാറി നിന്നു എന്റെ അടുത്തുനിന്ന്. നീ ഇത്രയും വൃത്തികെട്ടവനായിരിക്കുമെന്ന് എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായതാ. പക്ഷെ നീ ഇത്രയും തരം താഴുമെന്ന് ഞാൻ കരുതിയതേ അല്ല. ഇനി ഈ കാര്യങ്ങൾ ജയ് അറിഞ്ഞാലുണ്ടല്ലോ, അവൻ നിന്റെ ജീവൻ എടുക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പറയാണ്, മര്യാദയ്ക്ക് ആ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്തു. അതൊരിക്കലും പറ്റത്തില്ല. അത് നീ ചെയ്തേ പറ്റൂ. ഫോൺ ഇങ്ങ് താ എനിക്ക്. നിങ്ങൾ വന്നത് നന്നായി. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു വൃത്തികെട്ടവനാണ് അവൻ. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യായിരുന്നു അവൻ. എന്തിനാ അവളെ തള്ളിവിട്ടത്? സോറി. എന്തിനാ സോറി ഒക്കെ പറയുന്നേ? അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്ന ഇപ്പൊ എന്ത് ചെയ്യുമായിരുന്നോ? എടാ, അവള് സമ്മതിച്ചില്ല. ദേഷ്യം വന്നു. അതുകൊണ്ടാ. അവൾ എങ്ങനെയാടാ സമ്മതിക്കാതിരിക്കും? ഞാൻ അവളെ സമ്മതിപ്പിച്ചോളാം. ആദ്യം അവളോട് സോറി ചോദിക്കേ. സോറി. ജയ്, നിങ്ങൾ എന്തേ പറയുന്നത്? ഇവൻ എന്നോട് മോശമായി പെരുമാറായിരുന്നു. എന്റെ വീഡിയോസ്, ഫോട്ടോസ് എല്ലാം ഉണ്ട് അവന്റെ കയ്യില്. അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യായിരുന്നു. ബ്ലാക്ക് മെയിൽ ചെയ്തത് അവനല്ല, ഞാനാ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. നിന്റെ ആ കുളിര് കോരുന്ന വീഡിയോസ് ഒക്കെ അല്ലേ, പിന്നെ ആ ഫോട്ടോസ്, അതൊക്കെ ഞാനാ എടുത്തത്. നീ എന്തൊക്കെയാ പറയുന്നത്? ആക്ച്വലി ഇത് എന്താന്ന് വെച്ചാ, ഞാൻ കറക്റ്റ് ആയിട്ടാ പറഞ്ഞേ. ഈ ഐഡിയ എനിക്ക് തന്നതേ വിനീതാണ്. വളരെ കുറഞ്ഞ സമയത്തിനകത്ത് തന്നെ എങ്ങനെ പണക്കാരനാകാന്ന് ഒരു സൂപ്പർ ഐഡിയ തന്നെ. അതിനു വേണ്ടി ഞാൻ നിന്നെ യൂസ് ചെയ്തു. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം നിന്നോട് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതിന് എനിക്കൊരു ധൈര്യമില്ലായിരുന്നു. അപ്പോഴേ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ അങ്ങ് ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന്. എന്തു പറയുന്നു? വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് വളരെ വലിയ പണക്കാരനാകാൻ പറ്റും. നീ ഞാൻ പറയുന്നേക്ക്, ഒന്ന് കോപ്പറേറ്റ്. ഞാനല്ലേ പറയുന്നത്. പ്ലീസ് 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 പറയുന്നേക്ക് പ്ലീസ്. എത്ര തരം താഴ്ന്ന പ്രവൃത്തിയത്! നീ പൈസക്ക് വേണ്ടി ഇത്രയും തരം താഴൂ? ഞാനിത് സ്വപ്നത്തിൽ പോലെ ഓർത്തതല്ല ജയ്. ഞാൻ പോവാ. എന്താ എന്താ എന്ത്? എന്നെ പോവാ വിട്. ഞാൻ പോട്ടെ, വിട്. ഞാൻ പോട്ടെ, പ്ലീസ് വിട്. അരുത് ജയ്, എന്നെ വിട്. ഞാൻ പോട്ടെ. നീ എന്താ ചെയ്യുന്നേ? നിന്റെ നോ ഞാൻ എസ്സാക്കാനായിട്ട് പോവുക. അതിനുള്ള ഒരു വഴി ഇതാ. നീ ഒരുപാട് സ്ട്രഗിൾ ചെയ്യില്ലേ? വെറുതെ എന്തിനാ നിന്റെ എനർജി കളയുന്നേ? ഈ ഇഞ്ചക്ഷൻ നിനക്ക് തന്നതിന് ശേഷം നീ എല്ലാ കാര്യങ്ങളും തന്നെ മറന്നു പോകും.
കണ്ടില്ലേ, വെറും 20 മിനിറ്റിന് 20,000 രൂപയാണ് എനിക്ക് കിട്ടിയത്. പോകുമ്പോ അവൻ എന്താ പറഞ്ഞിട്ട് പോയെന്നറിയാവോ? അവന്റെ പക്കൽ ഇതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെന്നാ. അവരെല്ലാം ഒരു രാത്രിക്ക് 1,00,000 രൂപ വരെ തരുമെന്ന. അമ്മേ, അമ്മേ, എന്ത് പറ്റി നിനക്ക്? എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ട് വരുന്നേ? അമ്മേ, അവനിത് ചെയ്യിച്ചേർന്ന്. എനിക്ക് ബോധം വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നമ്മേ. അമ്മ ദയവായി ജയോട് സംസാരിക്കണം. ഇവൻ അവിടെ ഇരുന്ന് വിനീത കൊടുത്ത പൈസ എണ്ണയായിരുന്നു. നീ വേണോടി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇരിക്കുന്ന ഇടത്തിൽ കാശ് സമ്പാദിക്കാൻ എത്ര നല്ല ചാൻസാ കിട്ടിയിരിക്കുന്നേ. എന്താ നീ നല്ലവളായിട്ട് നടിക്കുക? നിന്റെ ഭർത്താവിന് പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല, പിന്നെ നിനക്കും തടി പ്രശ്നം. അമ്മേ, നിങ്ങള് അതേടി, ഞാനും അവന്റെ കൂടെയാ. എനിക്കെല്ലാം അറിയാം. ഇത് നോക്ക്, ഞാൻ പറയുന്ന നീ കേട്ടില്ല, നിന്നെ കൊന്നുകളയും ഞാന്. ഇപ്പൊ നീ അഭിനയിക്കുന്ന മാതിരി ഈ വീട്ടിൽ അഭിനയിച്ചാലുണ്ടല്ലോ. കൈയെടുക്ക്. ഒരു സ്ത്രീയായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു കാര്യം പറയാൻ പോലും പറ്റുന്നേ? ഈ വൃത്തികെട്ട ജോലി ഞാൻ ഒരു കാലത്തും ചെയ്യില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. അവള് കണ്ടില്ലേ, സമ്മതിക്കുന്നില്ല. അപ്പോ നിന്റെ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് എല്ലാം ഓൺലൈൻ ഞാൻ ഇട്ടേക്കാം. അതിന്റെ എല്ലാം ഉത്തരവാദി നീ മാത്രമാ. എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നോക്ക്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പൈസയല്ലേ വേണ്ടത്? ഞാൻ കൊണ്ടുവന്ന് തരാം നിങ്ങൾക്ക് പൈസ. പഠിച്ചു വാരിയോ പാത്രം കഴുകി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. പക്ഷെ പ്ലീസ് എന്നെ കൊണ്ട് ഈ വൃത്തികെട്ട ജോലി ചെയ്യിക്കരുത്. എനിക്കത് ചെയ്യാൻ കഴിയില്ല. പോടി, നിന്റെ അവനൊന്നും എന്നോട് കാണിച്ചിരിക്കരുത് കേട്ടോ. ആദ്യം നിന്റെ അച്ഛനെ കുറിച്ച് ആലോചിക്കും. കുറച്ച് നാളിന് മുന്നേ ഹാർട്ട് അറ്റാക്ക് വന്ന് ഓർമ്മയുണ്ടല്ലോ? ആലോചിച്ച് നോക്ക്. നിന്റെ അച്ഛൻ ഈ വീഡിയോ കണ്ടാലുണ്ടല്ലോ, അയ്യോ, അടുത്ത സെക്കൻഡില് നിന്റെ അച്ഛൻ മരിച്ചു പോകും. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിൽ ചെയ്തു. പക്ഷെ ഞാൻ ഈ ജോലി ഒരു കാലത്തും ചെയ്യില്ല. ഋതു, ഋതു, എന്ത് പറ്റി അച്ഛാ? നീ എന്ത് കാര്യം ചെയ്തു വെച്ചിരിക്കുന്നേ? എന്റെ മാനമര്യാദ നശിപ്പിച്ചു. അച്ഛ, ഇതൊന്നും സത്യമല്ല. അച്ഛൻ ഞാൻ പറയുന്ന കേക്ക്. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേക്കണ്ട. നീ എന്നോട് സംസാരിക്കണ്ട. അച്ഛന് സുഖമില്ലാണ്ടാവുകയാണ്. അച്ഛൻ വേണ്ട, നിന്റെ കൈ കൊണ്ട് എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും തരരുത്. എന്നെ സംബന്ധിച്ച് നീ മരിച്ചു. അച്ഛ എന്താ പറ്റി? അച്ഛ എന്താ പറ്റി? എന്താ മോനെ സംഭവിച്ചത്? എന്തിനാ രാവിലെ തന്നെ എന്നെ വിളിച്ചു വരുത്തിയേ? ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നും ശരിയായില്ല. കണക്ക് നോക്കാതെ ഞങ്ങൾ കാശ് വാരി എറിയുമായിരുന്നു. നിന്റെ മകളെ ഞങ്ങളുടെ വീട്ടിൽ മരുമകളാക്കി. ഇവളോ ശരിക്കും കൂടത്ര. അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നത്? അച്ഛൻ എന്തിനാ നിങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഓ അങ്ങനെയോ? അച്ഛനെ കുറിച്ച് ഭയങ്കര സങ്കടമാണല്ലോ. ഞങ്ങൾ പറഞ്ഞു നോക്കി, ഞങ്ങൾ പറഞ്ഞ കേക്കത്തില്ല. ഇപ്പൊ അനുഭവിച്ചോ? മോനെ കാട്ട്, അവള് ചെയ്ത കാര്യങ്ങൾ കാട്ടിക്കൊടു. വേണ്ട ജയ്, പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്നേക്ക്. വേണ്ട ജയ്, പ്ലീസ് പ്ലീസ്. നോക്ക് പ്ലീസ് അമ്മേ, ജയോട് വേണ്ടെന്ന് പറ പ്ലീസ്. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അതെല്ലാം ചെയ്തോളാം. ജയ് വിട്ടേക്ക്, അവള് ചെയ്ത തെറ്റ് സമ്മതിച്ചല്ലോ. ശരി നീ വാ, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ മോളെ പറ്റിയ? നിന്റെ അമ്മ എന്താ അങ്ങനെ പറയുന്നേ? മോൻ എന്തിനാ രാവിലെ തന്നെ എന്നെ വിളിച്ചു വരുത്തിയത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അച്ഛൻ ഒരു പ്രശ്നമില്ല. അച്ഛൻ ടെൻഷൻ ആവണ്ട. അത് ചെറിയൊരു വഴക്കുണ്ടായതാ, അതുകൊണ്ട് വിളിച്ചതാ. ഇത് നോക്കുമോളെ, എന്തായാലും ഒന്നും മറക്കാതെ എന്നോട് പറ മോളെ. ഒന്നുമില്ല അച്ഛാ. അപ്പൊ നീ പറയില്ലല്ലേ? എന്നാ ഞാൻ മോനോട് തന്നെ ചോദിക്കാം. നോക്കച്ഛ, ഒരു കുഴപ്പമില്ല. അത് ഞാനും ജയൻ തമ്മിൽ വഴക്കുണ്ടായതാ, അല്ല മറ്റൊന്നുമല്ല. പ്ലീസ് അച്ഛൻ വാ.
എനിക്കൊരു കുഴപ്പമില്ല. അച്ഛൻ ദയവായി ടെൻഷൻ അടിക്കരുത്. അതുപോലെ അച്ഛ, ഞാൻ വാക്ക് തരുകയാണ്, ഇനി ഇവിടെ നിന്ന് ആരും ഒരു പരാതിയും പറഞ്ഞ അച്ഛനെ വിളിക്കില്ല. അച്ഛന്റെ മോളെ നല്ല വിശ്വാസമില്ലേ? ഇത് നോക്കുമ്പോള് അച്ഛൻ ഇരിക്കെ, ഞാൻ അച്ഛന് ചായ എടുത്തിട്ട് വരാം, പ്ലീസ്. വരൂ സാർ, വരൂ. സോറി ജയ്, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതൊന്നും യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ അകത്തേക്ക് വരുമോ? ഇവളാണ് എൻ്റെ വൈഫ് ഋതു. പിന്നെ ഇദ്ദേഹമാണ് അജിത് കുമാർ. ഹലോ. താങ്ക് യു. ഒരു സെൽഫി എടുക്കാമോ? ഓ ഷുവർ. വെരി നൈസ്. തന്റെ അത്യാഗ്രഹത്തിന് വേണ്ടിയും ആഡംബരത്തിന് വേണ്ടിയും ജയും ബീനയും ഋതുവിനെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ദിവസവും അവിടെ വരുന്ന ആൾക്കാർ അവരുടെ ജീവിതം നശിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവളുടെ ശരീരത്തിനോടൊപ്പം അവരുടെ മനസ്സിനെയും വല്ലാതെ മുറിവേൽപ്പിച്ചു. ജയ് ദിവസവും പുതിയ ആൾക്കാരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, പാർട്ടി നടത്തി, ഋതുവിന്റെ പേരിൽ നല്ല ഡീൽ ഉറപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ കടക്കാരനായിരുന്ന ജയ് പെട്ടെന്ന് തന്നെ ഒരു പണക്കാരനായി മാറി. ഋതു, നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് റെഡി ആയിരിക്കെ. ഇതേ പിന്നെ നോക്ക്, ഇപ്പോൾ എന്നെ വിനീത് വിളിച്ചിരുന്നു. 2 ദിവസത്തിന് ശേഷം ഒരു NRI വരുന്നുണ്ട്. അവനെ മാത്രം നീ ഒന്ന് സന്തോഷിപ്പിച്ചെടുത്താ നമ്മുടെ ലൈഫ് തന്നെ വേറെ ലെവലാവും. പിന്നെ വേറൊരു കാര്യവും പറഞ്ഞു, ഒരാഴ്ചത്തേക്ക് തന്നെ അദ്ദേഹം ചിലപ്പോൾ വെക്കേഷന് വേണ്ടി പുറത്ത് കൊണ്ടുപോയേക്കും. ഇനി ഞാൻ ഈ പറഞ്ഞതൊന്നും ചെയ്യില്ല. എന്താ? നോക്ക്, ഞാൻ പറയുന്നത് കേക്ക് ജയ്. നീ എന്നോട് പറഞ്ഞത് ഇത് കുറച്ച് ദിവസത്തെ കാര്യമെന്നല്ലേ? 6 മാസത്തിൽ കൂടുതലായിപ്പോ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ചെയ്തോ. എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ലെന്നോ? നീ എന്തൊരു വെറുതെ ഒരു ഭ്രാന്തൊക്കെ പറയുന്നു. ഇവിടെ ഇരിക്കേ. നോക്ക്, ഇപ്പോഴും നമുക്ക് ഒരുപാട് കാശൊക്കെ വന്നു തുടങ്ങിയത്. വീട്ടിൽ വരുന്ന ലക്ഷ്മിയെ ചവിട്ടി പുറത്താക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഭ്രാന്ത് പറയരുത്. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് കാശ് വേണം. കാശ്, പൈസ പൈസ പൈസ, ഏത് നേരവും പൈസ തന്നെ. നിനക്ക് പണക്കാരനായാൻ പോരായിരുന്നോ? അതായില്ലേ നീ? ഇപ്പൊ നിന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. എന്നെ കൊണ്ട് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ജയ്. നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോ. എന്താടി നിനക്ക് ചെയ്യാൻ പറ്റാത്തെ? ഓണപ്രാവശ്യം നടന്നതെല്ലാം മറന്നുപോയോ? എന്താ വീഡിയോ ഓൺലൈനിൽ ഇടട്ടെ? ഇല്ല. നിന്റെ അച്ഛന് തന്നെ അയച്ചു കൊടുക്കാം, അതിനുശേഷം ഓൺലൈനിൽ ഇടാം. ഇനി ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ പേടിപ്പിക്കാനാവില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും എത്ര തരംതാണ് ആളുകളാ നിങ്ങളെന്ന്. എന്നെ നിർബന്ധിച്ചാ നിങ്ങൾ ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന്. പക്ഷെ ഇനി എന്നെ ആരെങ്കിലും നിർബന്ധിക്കാൻ നോക്കിയാലുണ്ടല്ലോ, ജയിലിലേക്ക് അയക്കും ഞാൻ നിങ്ങളെ. ജയിലിലേക്ക് അയക്കുമെന്നോ? ഇത് നോക്ക് മോനെ, മുഖത്ത് ഡാമേജ് ആക്കാതെ. മുഖം നല്ലല്ലെങ്കിൽ ആരും പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇതെന്തായി കാണിക്കുന്നത്? പ്ലീസ് ഇതൊന്നും ചെയ്യല്ലേ ജയ്. ജയ് ദയവായി ഇതൊന്നും ചെയ്യരുത്. മുഖം മാത്രം ഞാൻ ഒഴിവാക്കിയേക്കാം.
ആമേ. ഇത് നോക്ക്, ഇവളെ ഇനി നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഇവൾ ഇവിടുന്ന് കാണാൻ രക്ഷപ്പെട്ടു പോയെങ്കിൽ നമ്മുടെ അവസ്ഥ ഭയങ്കര മോശമാ. അമ്മ, വീട് മുഴുവൻ ഞാൻ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. ഇനി 24 മണിക്കൂർ അവളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ഇന്നലെ രാത്രി ഒന്നും അവള് കഴിച്ചില്ല. ഒന്നും കഴിക്കാതെ കിടന്ന അവിടെ ശരീരത്തിന് വല്ലതും പറ്റിയാലോ? അത് ഞാൻ സംസാരിക്കാം. ആ, അമ്മ പോയിട്ട് ഫുഡ് എടുത്ത് വയ്ക്ക്. അവള് കഴിക്കുമല്ലോ ഞാനൊന്ന് നോക്കട്ടെ. പെട്ടെന്ന് കഴിക്കുക, നിനക്ക് ഒരുപാട് ജോലിയുള്ളതാ. എഴുന്നേക്ക് മരുമകളെ. ഇത് നോക്ക്, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തെടുത്തോണ്ട് വന്നിരിക്കുക. എന്നെ പോകാൻ വിട്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് പറയുക, മര്യാദയ്ക്ക് കഴിക്കേ. ഇല്ലെന്നുണ്ടെങ്കിൽ കഴിക്കടി. ആ, നല്ലപോലെ കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാടി ജോലി ചെയ്യുന്നേ? നിനക്ക് തടി ഭ്രാന്ത് പിടിച്ചോ? അമ്മ, അമ്മ, പെട്ടെന്ന് കഥ അടക്കേ. ആ, ഇവളെടുത്ത് ഇങ്ങനെല്ലാം പറഞ്ഞ അവള് കേക്കത്തില്ല. ഇവൾക്ക് ഇവള് അഹങ്കാരമാണോ? ഇവിടുന്ന് ഓടാൻ ശ്രമിക്കുന്നോ നീ? രക്ഷപ്പെടാൻ നോക്കുന്നോടി. ആ, ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാത്രമല്ല, ഈ റൂമിന് പുറത്തേക്ക് നിനക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഇതേ നോക്കടി, എല്ലാ സ്ഥലത്തും ഞാൻ CCTV ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് നോക്കേ. ഇനി ഒരു പ്രാവശ്യം കൂടി രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ നിന്നെ കൊന്നുകളെ ഞാൻ. മനസ്സിലായോ? ഓ ഓടി നടക്ക്. രക്ഷപ്പെടാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് തീർത്ത് കളഞ്ഞ. ഇവളെ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ അമ്മേ? വീട് രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ. എവിടെ ഓടിപ്പോകാനാ? അവളുടെ അച്ഛൻ്റെ അടുത്തല്ലേ അവള് പോകൂ. ഇവൾ അവിടെ ചെന്ന് എത്തും മുന്നേ ഇവള് ചെയ്തത് അവളുടെ അച്ഛൻ അയച്ചു കൊടുക്കാം. എന്താണെന്നോ നാളെ അങ്ങോട്ട് അവള് പോകുമ്പോഴേ അവള് പറയണത് ആരും വിശ്വസിക്കരുത്. എല്ലാവരും ഇവളെ തന്നെ തെറ്റായിട്ട് ചിന്തിക്കണം. രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നു. കണ്ടില്ലേ എങ്ങനെ അലറി വിളിക്കുവാണെന്ന്? ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇതൊക്കെ നാട്ടിലുള്ള എല്ലാവരും അറിയും. ഇത് എന്റെ മോൾ ഇതുപോലെ ഇവള്
ഇത് എന്റെ മോളാണ്. മോനെ, എന്താ ഇതൊക്കെ? എന്തിനാ ഇതൊക്കെ എനിക്ക് അയച്ചത്? നിങ്ങളുടെ മകള് വെറും നാണം ഇല്ലാത്തവളാ. നമ്പർ 1 ഫ്രോഡാണ് അവള്. ഒരാളുടെ കൂടെ മാത്രമല്ല, അവൾക്ക് പല ആളുടെ കൂടെയും ബന്ധമുണ്ട് ഇപ്പോ. ഇവള് കാരണം ഞങ്ങളുടെ കുടുംബം തന്നെ നാണം കെട്ട് നിൽക്കുക. നിങ്ങളെ പോലും അവള് വെറുതെ വിട്ടിട്ടില്ല. നോക്കുമ്പോൾ ഞാൻ പറയുന്ന കേക്ക്, ദയവ് ഇതൊന്ന് കേക്ക്. ഇത് എന്തെങ്കിലും ഫ്രോഡ് പണിയായിരിക്കാം. കാരണം എന്റെ മോള് അത്ര നല്ലവളാ. എന്തോ വെച്ച് ഒരു ചിലപ്പോ അത് സത്യമാണെങ്കിൽ ഞാൻ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കും? എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ എല്ലാവരുടെ മുഖത്ത് നോക്കും? ഹലോ മോനെ, മോനെ, ഞാൻ പറയുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? എന്റെ മോൾ ഇങ്ങനെ ചെയ്തു? എന്റെ മോൾ എങ്ങനെ? ഇല്ലല്ല, എന്റെ മോൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. അതെന്റെ മോളല്ല. പ്ലീസ് പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കേ. പ്ലീസ്, ഞാൻ പൊക്കോട്ടെ. ഈ സാരി എടുത്തേക്ക്. നീ എന്ത് ചെയ്താലും ഞാനത് എടുത്തുകൊടുക്കില്ല. ഞാൻ ഇനി ഇത് ചെയ്യില്ല. പറഞ്ഞ ചെയ്യില്ലേ നീ? പ്ലീസ്, ഇതൊന്നും ചെയ്യരുത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. നീ പറയുന്നത് പോലെ ഞാൻ എല്ലാം ചെയ്യാം. പക്ഷെ എനിക്ക് ഈ ഇഞ്ചക്ഷൻ വേണ്ട, പ്ലീസ്. അങ്ങനെ വഴിക്കവാ. ഇപ്പൊ തന്നെ ഈ സാരി എടുത്തേക്ക്. ആ സമയം കൊണ്ട് ഞാൻ പോയി NRIയോട് നിന്നെ പറ്റിയുള്ള ഡീല് സംസാരിച്ചിട്ട് വരാം. പിന്നെ അതേ നോക്ക്, ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഡ്രാമ കളിക്കുവാണെങ്കിൽ ഓർമ്മയുണ്ടല്ലോ. Wow. Sure. ഒരു മിനിറ്റ്, ഇത് പിടിച്ചോ അഡ്വാൻസ്. ഒരാഴ്ചത്തേക്ക് ഞാനും ഇവളും കൂടി വെക്കേഷന് പോകാമെന്ന് വിചാരിക്കുക. NRIക്ക് ഋതുവിനെ ഒരുപാട് ഇഷ്ടമായി. ഒരാഴ്ചത്തേക്ക് വെക്കേഷനിൽ കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞേക്കുന്നത്. അമ്മ ഇരുന്ന് കാശ് എണിക്കോ, ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. രക്ഷിക്കണേ, രക്ഷിക്കണേ. ആരെങ്കിലും ഡോക്ടറെ ഒന്ന് വിളിക്ക്. രക്ഷിക്ക്. എവിടെയാണ് നീ പോന്നേ? എവിടെയാണ്? എവിടെ പോന്നു? വിടാനോ? ജയ്, പെട്ടെന്ന് വാടാ. അമ്മേ,
അമ്മ അവൾ ഓടിപ്പോയി, ആദ്യം അവളെ പോയി പിടിക്കേ. അച്ഛാ, 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 ഇന്ന് ഞാൻ അച്ഛനോട് എല്ലാം തുറന്നു പറയാൻ പോവാ. അച്ഛൻ ഞാൻ പറയുന്ന എല്ലാം മനസ്സിലാക്കും. അച്ഛാ, അച്ഛൻ എവിടെയാ? അച്ഛാ, 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 അച്ഛനത് എന്താ ചെയ്തത്? അച്ഛാ. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം സർ. ഞാൻ വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് സർ. എന്റെ ഭർത്താവ് ജയ്, അദ്ദേഹത്തിന്റെ അമ്മ അവർ വളരെ വൃത്തിയായിട്ട ആളുകളാ സർ. അവരെന്നെ നിർബന്ധിച്ച് അനാവശ്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് സർ. അവരെ കാരണം എന്റെ അച്ഛൻ ഇന്ന് ആത്മഹത്യ പോലും ചെയ്തു സർ. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം. ഇവളെ പിടിച്ച് അറസ്റ്റ് ചെയ്യും. സർ, സർ, നിങ്ങൾ എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? പറയാം. ഇവൾ ഇവിടെ നിന്ന് എങ്ങനെ കള്ള പറയുന്നത് കണ്ടില്ലേ സാർ? നോക്കൂ സാർ, നിങ്ങൾ തന്നെ കണ്ടില്ലേ സാർ? എന്റെ അമ്മയെ അടിച്ച് കൊല ചെയ്യാൻ നോക്കിയത് കണ്ടില്ലേ സാർ? എന്നെ ഇവള് കൊല്ലാനായിട്ട് ട്രൈ ചെയ്തതാ സാർ. സർ, ഇവർ പറയുന്നത് മൊത്തം നുണയാണ്. ഞാൻ പറയുന്നതാണ് സത്യം സർ. സർ, ഞാൻ അപകടത്തിലാണ് സർ. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വല്ല എവിഡൻസ് ഉണ്ടോ കയ്യിൽ? എവിഡൻസോ? സർ, ഞാൻ നേരിട്ട് നിങ്ങളുടെ മുമ്പ് നിൽക്കുക, എന്നിട്ട് നിങ്ങൾ എവിഡൻസ് ചോദിക്കുകയാണോ? നോക്കൂ മാഡം, ഇവിടത്തെ വിഷയം തന്നെ വേറെയാ. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കത്തില്ല. അങ്ങനെ നിങ്ങളുടെ മേലെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അയാളുടെ ജീവിതത്തെ നാശമാക്കിയതായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തെറ്റായ ജോലി ചെയ്യുന്നു എന്നും പല പേരായി നിങ്ങൾക്ക് അഫയർ ഉണ്ടായിരുന്നു എന്നും അവർ പലതും പറഞ്ഞ അവരെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയതും അവരെ നിങ്ങൾ തല്ലിയ എവിഡൻസ് അവരുടെ കയ്യിലുണ്ട്. ഫോട്ടോസും വീഡിയോസും ഇവിടെ ഉണ്ട്, നോക്കൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും പറയും ഇവര് പറയുന്നതാണ് സത്യമെന്ന്. അല്ല സർ, ഇതെല്ലാം നുണയാ സർ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സർ. ഈ വീഡിയോയിലുള്ളത് നിങ്ങളല്ലേ? സർ, അത് ഞാൻ തന്നെയാ. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്ക് സർ. ഇവര് കാരണമാണ് ഞാൻ. മതി, നിർത്തൂ. ഇവരെ പിടിച്ച് അകത്തിട്. സർ, പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക് സർ. സർ, ഇവര് നുണ പറയാ സർ. പ്ലീസ് സർ. സർ, 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 പ്ലീസ്, ഞാൻ പറയുന്നത് ദയവായി വിശ്വസിക്കണം സർ. സർ, അവർ പറയുന്നത് മുഴുവൻ നുണയാ. നുണയന്മാരാ അവര്. നിങ്ങൾ പോകൂ. ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ നിങ്ങളെ വിളിക്കാം. ആ ശരി സാർ. ആ ആ ഋതു, മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. ഹേയ്, മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. നിന്റെ ഈ വാശിയൊക്കെ വിട്. ഞാൻ പറയുന്നത് മാത്രം നീ ചെയ്. ഇല്ലെങ്കിൽ നീ ഒരുപാട് ദുഃഖിക്കും. നീ ഒരു യെസ് പറഞ്ഞ കംപ്ലൈന്റ് ഞാൻ വാപ്പസ് ചെയ്യാം. യെസ് എന്ന് പറയും. ഞാൻ പറഞ്ഞ നീ അനുസരിക്കുമല്ലോ? ആ ചെയ്യില്ലല്ലേ? നിന്റെ ഈ വാശി തന്നെ നിന്റെ ജീവിതം നശിപ്പിച്ചിരിക്കും. മാഡം, മാഡം, പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. മാഡം, പ്ലീസ് സാറിനെ വിളിപ്പിക്കണം. എനിക്ക് കൺഫ്യൂസ് ചെയ്യാനുണ്ട് സർ. എൻ്റെ ഭർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യം തന്നെയാണ് സർ. സർ, നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് ധാരാളം ബോയ് ഫ്രണ്ട്സ് ഉണ്ട് സർ. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് സർ. സർ, ഇതെല്ലാം ഞാൻ വിനീത് പറയുന്നത് വെച്ച് ചെയ്തതാ സർ. അവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ് സർ. അതുപോലെ ഇവരെല്ലാവരും ഒരേപോലെ കുറ്റക്കാരാണ്. ഒന്നും പറയാതിരുന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പറ, ഋതു പറഞ്ഞതെല്ലാം സത്യമാണോ? നിങ്ങളെ രണ്ടുപേരും ചേർന്നാണോ ഇതൊക്കെ ചെയ്യുന്നത്? സത്യം പറയുന്നോ അതോ സ്റ്റേഷനിൽ വെച്ച് അഴിയണോ? സാർ, അത് ഋതു നുണ പറയാ സാർ. ഇതെല്ലാം ജയിൻ്റെ പ്ലാനാ സാർ. അവനാ ഋതുവിനെ ഈ പാഴായ ബിസിനസ്സിൽ തള്ളിവിട്ടത് സാർ. ഞാൻ ജസ്റ്റ് അവനെ ഹെൽപ്പ് ചെയ്തേ സാർ. നീ ഹെൽപ്പ് ചെയ്യുന്നു? നിന്നെ പോലത്തെ ആൾക്കാർ കാരണം എത്ര പെമ്പിള്ളേരെ ജീവിതം പാഴാ പോയി കിടക്കണ. കൊണ്ടുപോയി.
ഋതു ഞാനൊന്ന് പറയട്ടെ. ഈ ആദ്യത്തെ അടി എന്നെ ഈ വൃത്തികേടിൽ കൊണ്ടുപോയി തള്ളിയിട്ട് ആ ദിവസത്തിന് വേണ്ടിയാ. ഈ രണ്ടാമത്തെ അടി ഇത് നീ എന്നെ നാണം കെടുത്തി ആ ദിവസത്തിന് വേണ്ടിയുള്ളതാ. അതുപോലെ മൂന്നാമത്തെ ഈ അടി ഇതാ നിമിഷത്തിന് വേണ്ടിയാ. എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്ത നിമിഷം. നിന്നോട് മിണ്ടാതിരിക്കടാ. മിണ്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ലാതാക്കും ഞാൻ. അവര് തല്ലിയതൊക്കെ വെറുതെയാ. നിയമം നിന്നെ തൂക്കിൽ കൊണ്ടെത്തിക്കും. എന്താ അമ്മേ, എങ്ങോട്ടാ? ഇതുപോലത്തെ ഒരു നാണമില്ലാത്ത ജോലി ചെയ്യാൻ ഋത്തുവെ നിങ്ങൾ എത്ര ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനുള്ള ശിക്ഷ നിങ്ങൾ രണ്ടുപേർക്കും കിട്ടും. രണ്ടുപേരെയും കൊണ്ടുപോ. എല്ലാവരുടെയും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, പക്ഷെ തോക്കാൻ പാടില്ല. ഭാഗ്യവശാൽ ഋതുവിന്റെ കേസിലും അതാണ് സംഭവിച്ചത്. ജയ് പല പ്രാവശ്യം ശ്രമിച്ചു അവളെ അപമാനപ്പെടുത്തി അവന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട്. പക്ഷെ ഋതു വളരെയധികം ശ്രദ്ധിച്ചാണ് നീങ്ങിയത്. അവൾ പോലീസിനടുത്ത് ഋതുവിന്റെ വലിയ പണക്കാരായ ആൾക്കാരുടെ പേരുകളെല്ലാം പറഞ്ഞു കൊടുത്തു. ഒരു സമയം അവരിവിടെ ക്ലയൻസായ ആൾക്കാരായിരുന്നു. അപമാനം ഭയന്ന് ആ വലിയ ആൾക്കാരൊക്കെ പോലീസിനടുത്ത് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അവസാനം ഋതു ജയുടെയും ബീനയുടെയും പൊയ്മുഖം വലിച്ചെറിഞ്ഞു. തൽക്കാലത്തേക്ക് ഞാൻ നിങ്ങളോട് വിട പറയുകയാണ്. വീണ്ടും നമുക്ക് കാണാം ഇതുപോലെ മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി. തുടർന്ന് കാണുക ക്രൈം അലേർട്ട്. പുതിയ കാലം, പുതിയ കുറ്റങ്ങൾ.